അജിത്തിന്റെ വിതാമുയർച്ചി. എന്റെ പൊന്നെ, നേരം വെളുക്കുന്ന മുമ്പ് 6 മണിക്ക് എഴിച്ചാലേ 7 മണിക്ക് തിയേറ്ററിൽ എത്താൻ പറ്റും. അങ്ങനെ 6 മണിക്ക് എഴിച്ച് ഞാൻ 7 മണിക്ക് എച്ച് വായിൽ പോയിരുന്ന് കണ്ട്. ഞാൻ വിചാരിച്ച് വേസ്റ്റ് ആവുമെന്നു. സൂപ്പർ ഫിലിം, സത്യം മനോഹരമായ ഫിലിമുടെ. എന്താ എടുപ്പെടുത്ത് വെച്ചേക്കുന്നത്, ബിഗ് ബഡ്ജറ്റ്, വളരെ വലിയ ഒരു സിനിമ. തകർത്ത് അജിത്ത്. ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ആ മ്യൂസിക്കും എല്ലാം കൂടെ ടോട്ടലി ഒരു വല്ലാത്ത മൂഡ്. ഹോ, മനോഹരമായ സുഖകരമായ ഫിലിം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിവെഞ്ചും കാര്യങ്ങളും. പിന്നെ സാധാരണ തമിഴ് പടത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അതിൽ 1-2 സീക്വൻസ് മതി കേട്ടാ പൈസ മുതലാവും. ഞാൻ സത്യമായിട്ട് പറയാണ്. ഒന്ന്, ആ മരുഭൂമിയിലൊക്കെ വെച്ച് 1-2 സീനുണ്ട്. ഓ, പിന്നെ കൂടെ അർജുനുണ്ട്. അർജുനൊക്കെ എന്താ വർക്കാണ് ചെയ്തേക്കുന്നത്. അയാള് സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്നിടേ. എന്തോടെ ഇത്, ഇത്രയും പ്രായമായി, 58 വയസ്സുണ്ട് തോന്നുന്നു അർജുനൊക്കെ എന്താ ആക്ഷനാണ് ചെയ്യുന്നത്. അതുപോലെ ഹിന്ദിയിൽ നിന്ന് സഞ്ജയ് ദത്തുണ്ട്. പിന്നെ ഇതിൽ ആക്ട് ചെയ്തേക്കുന്നവരൊക്കെയാണെന്ന് വെച്ചാൽ അജിത് കുമാറിന്റെ കൂടെ അർജുൻ ദാസ്, തൃഷ കൃഷ്ണൻ, റജിന കസാന്ദ്ര, പ്രിയ ഭവാനി, പിന്നെ സഞ്ജയ് ദത്ത്. ഇത് എടുത്ത് പിന്നെ ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്. പക്ഷെ സംഭവം ഒരു ടോട്ടലി ഒരു സുന്ദരമായ സിനിമ. തമിഴിലെ ഏകദേശമുള്ള സിനിമകളെല്ലാം നമുക്ക് കാണുമ്പോൾ ഏകദേശം ഒരു പാറ്റേൺ ആണ്. അവസാനം നോക്കുമ്പോൾ ടോട്ടലി അല്ലെ ഏകദേശം ഒരു പാറ്റേൺ. ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്ന്, ഇതിന്റെ മൂഡ് ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലാണ് ഈ ഫിലിമിന്റെ ഒരു പോക്ക്. പിന്നെ ഇതില് കുറവുകളില്ല. നമ്മുടെ മനസ്സിനൊത്ത് ഈ ഫിലിം നീങ്ങുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇതിന്റെ അത് ശരിയല്ല, അത് ഒരു സ്പോയിലറാണ്, അത് നമ്മൾ പറയണത് ശരിയല്ല. അത് സിനിമ ടോട്ടലി എന്താ അതിന്റെ കളറിങ് ഒക്കെ, അതായത് ഒരു ഇംഗ്ലീഷ് ഫിലിം തിയേറ്ററിൽ നമ്മൾ കാണുന്ന മൂഡാണ് സിനിമയ്ക്ക്. പിന്നെ ഞാനിത് ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പോക്ക് മുതലത് സാധാരണ തമിഴ് സിനിമയുടെയൊക്കെ അറിയാമല്ലോ, കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ശോകമായിരിക്കും. ശോകമായിട്ട് തോന്നണ 1-2 സീരിയലുണ്ട്. അതിപ്പോ തമിഴിൽ എന്തായാലും അത് കാണും. അങ്ങനെ 1-2 സീനുണ്ട്. പക്ഷെ ടോട്ടലി സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു ഭയങ്കര മൂഡാണ്. ബിഗ് ബഡ്ജറ്റ് ഫിലിം അല്ലേ, അതുകൊണ്ട് കണ്ണുകൾക്കും മനസ്സിനും നല്ല സന്തോഷം തരും. നിങ്ങൾ പോയി കാണി, പറ്റുമെങ്കിൽ കാണി. പിന്നെ കണ്ടിട്ട് വന്നിട്ട് നമ്മളെ ഒന്നും പറയരുത്. അതായത് നേരം വെളുക്കുന്ന മുമ്പേ അയച്ചു പോയി കണ്ടിട്ട് വന്നിരുന്ന് പറയണതാണ്. ഇത് കണ്ടിട്ട് ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ മാനസിക ഇതനുസരിച്ചാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ എനിക്കിഷ്ടപ്പെട്ട്, നല്ല സിനിമ, മനോഹരമായ സിനിമ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് മ്യൂസിക്കാണ്. അപാരമായ മ്യൂസിക്. അറിയാമല്ല, അനിരുദ്ധ് ആഴ്ച തകർത്തിട്ടുണ്ട്. ഇറങ്ങി വരുമ്പം ഒരു വല്ലാത്ത ഒരു യുദ്ധം കഴിച്ചിട്ട് വരുന്ന ഒരു മൂഡാണ്. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. നിങ്ങൾ പിന്നെ കാണാതിരിക്കുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളി ഒരു ഫിലിം. ഞാൻ പറഞ്ഞില്ലേ, കൊടുക്കണ പൈസ ഒരു 2-3 സീന് കൊണ്ട് തന്നെ മുതലാവും. നിങ്ങളൊരു കാര്യം ചെയ്യും, കാണുന്നവർ പോയി കാണി. കണ്ടിട്ട് കൊള്ളാമെങ്കിലും അയ്യോയെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇത് അജിത്തിന്റെ സിനിമയാണ്. ഇത് വല്ല അവാർഡ് സിനിമയുടെ മോഡിൽ നിങ്ങൾ പോയി ഇരുന്നിട്ട് കണ്ടിട്ട് എന്നെ ഒന്നും പറയരുത്. അജിത്തിന്റെ സിനിമയാണ് കാണുന്നത്, തമിഴ് സിനിമയാണ് കാണുന്നതെന്ന് പറഞ്ഞ് നമ്മൾ പോയിരുന്ന് കാണണം. അപ്പോൾ അത് മുതലാവും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും, ഒരു ലൈക്ക് അടിക്കും, പറ്റുമെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. കാരണം അറിയാമല്ല, ഈ നേരം വെളുക്കുന്ന മുമ്പേ പോയി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ കൃപ തിയേറ്ററിൽ നിന്ന്. പിന്നെ പ്രൊഡ്യൂസർ സുഭാസ്കരൻ, എഡിറ്റിംഗ് ശ്രീകാന്ത്, സിനിമാറ്റിഗ്രാഫി പ്രകാശ്, സംവിധാനം വന്ന് മാഗിസ് തിരുമേനി. എന്തൊരു പേര. എന്തായാലും കേടില ഫിലിം, എനിക്കിഷ്ടപ്പെട്ടു. നേരം വെളുക്കുന്ന മുമ്പ് എച്ച് വായിൽ പോയി കണ്ടതിന് ബലമുണ്ടായി. ഓക്കെ,
നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നൊന്നും പറയല്ല കേട്ടാ. ഓരോരുത്തരെ മൂടാണ് കേട്ടാ. ഡേയ് സത്യം പറയാം, നല്ല സിനിമ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കേടേ, നിങ്ങളൊക്കെ പോവേ വരെ എന്തിനാണോ ചെയ്. ബൈ ബൈ.